ചെയ്തോ ഇല്ലേ? നീ ചെയ്തു ഇല്ലേ? അപ്പൊ ഞാൻ ശ്രദ്ധിക്കുന്നു, ഇവൻ ഈ മൈക്ക് ഈ റൈറ്റ് ഹാൻഡിൽ ഉള്ളതുകൊണ്ടാണോ, അതല്ലെങ്കിൽ ഇപ്പൊ മൈക്കിന്റെ അല്ല, ഇവൻ ലെഫ്റ്റ് ഹാൻഡിൽ വെച്ചിട്ടാണ് അത് ചെയ്തത്. ഓക്കെ, അപ്പൊ അവനത് അങ്ങനെ കുറെ പിടിച്ചു, സംഭവം വന്നില്ലേ? ഈ കഴിവ് നമുക്ക് എല്ലാവരിലും ഉണ്ട്. എത്ര സംഭവം ഓർമ്മ കിട്ടില്ല. ഞാൻ ഇപ്പൊ പറയും അങ്ങനെ പറയാനുണ്ടോ അല്ലേ? ഞാനിപ്പോ പറയും, എനിക്ക് ഓർമ്മ ചിലർ തലങ്ങനെ ചെറുതായിട്ട് ചോദിക്കും അല്ലേ? അല്ലെങ്കിൽ ചിലർ എന്ത് ചെയ്യും, പെന്നോ പെൻസിലോ കയ്യിലുണ്ടെങ്കിൽ അവർ ഇപ്പൊ പറയും അല്ലേ? എന്തെങ്കിലും ഒരു സാധനം അവർക്ക് വേണം അല്ലേ? ഇതിന് ന്യൂറോ സയൻസില് ട്രിഗറിംഗ് മെഷേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ പാരന്റിങ്ങിൽ നമ്മൾ പറയും, നിങ്ങളുടെ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണം. അത് ബോഡിയുടെ ഒരു മെക്കാനിസമാണ്. ഓർമ്മയിൽ നിന്ന് കാര്യങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ശരീരത്തിന്റെ ഒരു മെക്കാനിസത്തെയാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എന്റെ അധ്യാപകരും എന്റെ മാതാപിതാക്കളും ഇങ്ങനെ എങ്ങാനും ഒന്ന് ചെയ്താൽ 2 എക്സ്ട്രാ കിട്ടും. തമാശല്ല. ഇവിടെ ഇരിക്കുന്ന പ്രായമായിട്ടുള്ള വ്യക്തികൾക്കും അറിയാം. ഇതിനെയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞത്. എന്നിട്ട് നീ കോപ്പറായി കാണിക്കണം, എന്ത് നീ കൈയിട്ട് തിരിക്കണം, ഒതുങ്ങി നോക്കിയാൽ പറയണം. ഒതുങ്ങി നിന്നെങ്കിൽ ഒന്നും ഉണ്ടാവില്ല, ഓർമ്മണ്ടാവില്ല. നേരെ മറിച്ച് ഇങ്ങനെ ഒന്ന് തല ചൊല്ലി, അതല്ലെങ്കിൽ നിഹാല് കാണിച്ച പോലെ അതിനെ എൻകറേജ് ചെയ്താൽ തമാശയില്ല. കാരണം ഇത് ചില കുട്ടികൾക്ക് റൈറ്റ് ഹാൻഡിലാവും. അവരെന്ത് ചെയ്യും? അവർ ചിലപ്പോൾ ഒന്നെങ്കിൽ പെണ്ണിനെ എടുക്കും, അല്ലെങ്കിൽ കടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അപ്പൊ ഞങ്ങൾ പറയും മാതാപിതാക്കളോട്, അതിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. പക്ഷെ അത് റൈറ്റിൽ നിന്ന് മെല്ലെ ലെഫ്റ്റ് ഹാൻഡിലേക്ക് ആകണം. മനസ്സിലായില്ല? പക്ഷെ ഇവരെ സംബന്ധിച്ചോളം അത് ലെഫ്റ്റ് ഹാൻഡിലാണ്. അപ്പൊ പേടിക്കാനില്ല. അപ്പൊ എന്താണ്, പരീക്ഷ എഴുതുന്ന സമയത്ത് നിങ്ങൾ റൈറ്റ് ഇതില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന 99.9% ആൾക്കാരും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. ഒരു കുട്ടി മാത്രമേ ഉള്ളൂ ലെഫ്റ്റ് ഹാൻഡ് ഉള്ളത്. അപ്പൊ നിങ്ങളുടെ ട്രിഗറിംഗ് മെഷർ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം എഴുതുന്ന സമയത്ത് അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ഷൻ ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ലെ, നിങ്ങൾ എഴുതുന്നത് റൈറ്റ് വെച്ചിട്ടാണ് ഇത്, നിങ്ങൾ അത് ചെയ്യണം. നേരെ മറിച്ച് റൈറ്റ് ഹാൻഡിലാണ് നിങ്ങളുടെ ട്രിഗറിംഗ് മെഷർ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പെണ്ണ് ടേബിളിന്റെ മുകളിൽ വെക്കണം, എന്നിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പൊ അത് ചിലപ്പോൾ ഇൻവിജിലേറ്ററിൽ പല സംശയങ്ങളും ഉണ്ടാക്കും. എന്താ നീ കാണിക്കണേ, നിങ്ങൾക്ക് പിച്ചടങ്ങിയോ വെള്ളം കുടിച്ചില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യും, അതിനെ റൈറ്റ് ഹാൻഡിലാണെങ്കിൽ അത് ലെഫ്റ്റ് ഹാൻഡിലേക്ക് മാറ്റും. അത് അപ്രീഷിയേറ്റ് ചെയ്യണം. അത് നമ്മുടെ ബ്രെയിനിന്റെ ഒരു മെക്കാനിസമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നത്തെ മാതാപിതാക്കളെ അല്ല ഞാൻ പറയുന്നത്. കാരണം നമുക്ക് ഇന്നത്തെ അറിവ്, പല സാങ്കേതിക വിദ്യകൾ ഉള്ളത് കൊണ്ടും ഇതുപോലത്തെ ഒരുപാട് പഠനങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് കൊണ്ട് അത് അറിയാം. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് എന്റെ 2ാമത്തെ മകൻ വേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളത് പറയും, രക്ഷിതാക്കളോട് പറയും, അങ്ങനെ കുട്ടിക്ക് അങ്ങനെ ഒരു ട്രിഗറിംഗ് മെഷർ അത് രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അധ്യാപകന്മാർക്ക് സാധിച്ചോളുന്നില്ല. കാരണം അവർക്ക് 45 മിനിറ്റ് ക്ലാസ്സിന്റെ ഉള്ളിൽ 50 കുട്ടികളെ ക്ലാസ് എടുക്കണം, അവർക്ക് പോർഷൻ തീർത്തിട്ട് പോകണം. അപ്പൊ മോനെ നീ ഉത്തരം പറയാം, അവൻ പറയും പറ്റില്ല. അവൻ ഉത്തരം പറയാൻ വേണ്ടി തലയിൽ കൈ വയ്ക്കുമ്പോഴേക്കും അടുത്ത ആള് എന്ന് പറഞ്ഞിട്ട് പോകും. ആ അവസാനത്തെ ആൾ ഉത്തരം പറയുമ്പോഴേക്കും ഇവന് ഉത്തരം കിട്ടിയിട്ടുണ്ടോ? അപ്പൊ സത്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ ആ അധ്യാപകൻ ആ പയ്യന്റെ കഴിവിനെ തല്ലി തകർക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് നീ തല ചൂടിനെ നിൽക്കുന്നത്, തലയിൽ വീണുണ്ടോ? പിന്നെ അവൻ ജന്മത്തിന് തല തൊടില്ലേ? ശരിയാണോ തെറ്റാണോ? അല്ലേ? പക്ഷെ സത്യത്തിൽ അവൻ തല തൊട്ടത് അതിന് വേണ്ടിയിട്ടല്ല, അവൻ അത് റിക്കളക്ട് ചെയ്തെടുക്കുകയാണ്. അത് ചില മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അധ്യാപകന്മാർ ഇവിടെ ഇല്ലെങ്കിൽ അധ്യാപകന്മാരോടുള്ള ബഹുമാനം വെച്ച് ഒട്ടുമിക്ക അധ്യാപകന്മാർക്കും ഇതായിരുന്നു. അപ്പൊ ന്യൂറോ സയൻസിൽ നമ്മൾ പറയുന്നത് അത് ട്രിഗർ ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അത് ആ കുട്ടിയുടെ ഒരു മെക്കാനിസമാണ്. അല്ലെ? ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പറയും, നമ്മൾ അന്നാ പോയ സ്ഥലത്തിന്റെ പേരെന്താ അല്ലേ? അപ്പൊ ഉമ്മച്ചിക്കോ അല്ലെങ്കിൽ വാപ്പച്ചിക്കോ അത് അറിയണ്ടാവില്ല. അപ്പൊ മോൾക്ക് അത് അറിയണം. ഉമ്മ എപ്പോ പറയും, ഒരു മിനിറ്റ് ചിലപ്പോ ചുരിദാറിന്റെ തല ഇങ്ങനെ തിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അത് എൻകറേജ് ചെയ്യണം. പക്ഷെ അതിനെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് സാധിക്കണം. കാരണം അതൊരു ട്രിഗറിംഗ് മെക്കാനിസമാണ്. അത് ഐഡന്റിഫൈ ചെയ്യാൻ നമുക്ക് സാധിക്കണം. നല്ലൊരു ഉദാഹരണമാണ് എനിക്കിവിടെ കിട്ടിയത്. ഞാൻ അതിനെ ശരിക്കും ഒബ്സർവ് ചെയ്യുകയായിരുന്നു. ഞാൻ വിട്ടുപോയൊരു പോയിന്റ് ആയിരുന്നു അത്.
ഈ ട്രിഗറിംഗ് മെക്കാനിസം ഇത് നമുക്ക് ഉണ്ടാവും. അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, അത് തിരിച്ചറിയുക. മനസ്സിലാക്കിയ സ്ഥിതിക്ക് അങ്ങനെ ഒരു ട്രിഗറിംഗ് മെക്കാനിസം നിങ്ങൾക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ പഠിക്കുന്ന ലേണിംഗ് ടെക്നിക്സ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങളൊരു സബ്ജക്ട് കാറ്റഗറൈസ് ചെയ്യണം, പ്രയോറിറ്റൈസ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പഠിക്കാനിരുന്നു. അപ്പൊ നിങ്ങളൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു, ഇത് വായിച്ചു, ഒരു പാരഗ്രാഫ് നിങ്ങൾ വായിച്ചിട്ട് ഇവിടെ സാറുമാർ പറഞ്ഞു നോക്കി ഇതിന്റെ പോയിന്റ്സ് എഴുതണം. നിങ്ങൾ ഈ പുസ്തകം അടച്ചു വെച്ചു, ഒരു സംഭവം തലയിൽ വരുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യും? രണ്ടാമത് പുസ്തകം തുറക്കൂ. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മനസ്സിലേക്ക് നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. നിനക്ക് ഇൻഫർമേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നീ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് തുറക്കണം. ചെയ്യരുത്. ആ സീറ്റിൽ നിന്നൊന്ന് എണീക്കുക, നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യുക, നല്ല അന്തരീക്ഷം, പുറത്തു പോകാം, കുറച്ചു നേരം ഒന്ന് ബ്രീത്ത് ചെയ്യുക, വേറെ എന്തെങ്കിലും നല്ല ചിന്തകൾ മനസ്സിലേക്ക് കൊണ്ടുവരിക, കണ്ണാടിയുടെ മുന്നിൽ പോയിരിക്കുക, നിങ്ങളെ തന്നെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക. കൊള്ളാം, കിട്ടും, പോയി ഇരുന്ന വരും മോനെ. എന്നിട്ട് നീ പോയി ഇരുന്ന് നോക്ക്, ഒന്നോ രണ്ടോ പോയിന്റ് നിനക്ക് തീർച്ചയായും കിട്ടും. ഇല്ലെങ്കിൽ എന്നെ വിളിക്കും, തമാശയല്ല, സീരിയസ് ആയിട്ട് ഞാൻ പറയാം. ചെയ്യണം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ നിങ്ങൾ ചെയ്താൽ റിസൾട്ട് കിട്ടും മക്കളെ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ. പക്ഷെ നമ്മളത് ചെയ്യില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. ആ 2 പോയിന്റ് നിങ്ങൾ കിട്ടി, ആ 2 പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ നിന്ന് വന്നു. എന്നിട്ട് വീണ്ടും നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്ന് വായിക്കുക. ആ വായിച്ചതിന് ശേഷം ആ 2 പോയിന്റ് മറച്ചു വെച്ചിട്ട് വീണ്ടും പോയിന്റുകൾ എഴുതുക. 2 3 പോയിന്റുകൾ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നിങ്ങളൊരു മെക്കാനിസം ഡെവലപ്പ് ചെയ്ത, കാരണം ന്യൂറോ സയൻസ് പറയുന്നത് ഒരു പുതിയ ന്യൂറൽ പാത്വേ തുടങ്ങാൻ 21 ദിവസത്തെ പ്രയത്നം മതി എന്നുള്ളതാണ്. ഒരു പുതിയ ന്യൂറൽ പാത്വേ will be created. Within 90 days a new habit will be created എന്നുള്ളതാണ്. ഒരു സ്വഭാവം നിങ്ങളിൽ രൂപപ്പെടും. അപ്പൊ ഇത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 21 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പുതിയ ന്യൂറൽ പാത്വേ നിങ്ങളിൽ ക്രിയേറ്റഡ് ആവും. അത് നിങ്ങൾ കണ്ടിന്യൂസ് ആയി ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബിഹേവിയർ, സ്വഭാവമായി തീരും. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നിങ്ങളുടെ രക്ഷിതാക്കളോ നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകരോ ചെയ്യേണ്ട കാര്യമല്ല, നിങ്ങൾ ചെയ്താൽ സാധിക്കും. അപ്പൊ ആ പോയിന്റ് നിങ്ങൾ എഴുതി വെക്കുക. ഞാൻ എഴുതി തരാം, ഈ പോയിന്റ് നോക്കിയാൽ മതി. നേരത്തെ ആ മെഡിക്കൽ വായിച്ച പോലെ. കാരണം ബ്രെയിൻ അങ്ങനത്തെ ഒരു ടെക്നിക്ക് ഉണ്ട്, അതിനറിയാവുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് 15 സെക്കൻഡുകൾ കൊണ്ട് ആ പയ്യനത് വായിച്ചത്. ഉറക്കെ വായിക്കാൻ പറഞ്ഞപ്പോൾ 40 സെക്കൻഡ് എടുത്തു. ശരിയല്ലേ? 15 സെക്കൻഡിനേക്കാൾ കൂടുതൽ 15 എന്നുള്ളത് എന്തായി? 40 സെക്കൻഡായി മാറി. അപ്പോ ആ ഒരു ടെക്നിക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുക. അതാണ്. അപ്പൊ നിങ്ങളുടെ ആങ്കറിങ് എന്താണ്? എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലേക്ക് വരുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്തു, എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഉണ്ടാവും. ആ ട്രിഗറിങ് ചെയ്തപ്പോഴേക്ക് നിങ്ങൾക്ക് ഓർമ്മയുള്ളൂ. ആ ട്രിഗറിങ്ങിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. എന്ത് കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഇതുപോലെ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, സപ്പോസ് ചെയ്ത പോലെ, അതാണ് അവന്റെ ട്രിഗറിങ് ആക്ഷൻ. അതുപോലെ നിങ്ങൾക്ക് ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അത് റൈറ്റിലാണ് എന്നുണ്ടെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് മാറ്റണം. ആ ട്രിഗറിങ് ആക്ഷൻ നിങ്ങൾ ചെയ്താൽ ഓർമ്മ വരും. കാര്യങ്ങൾ നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് വേണം പഠിക്കാൻ. ഇത് പഠിച്ചിട്ട് ഒരു വിധത്തിലും എനിക്ക് തലയിൽ കയറുന്നില്ല. ഓക്കെ, 9:30 മണിയാകുമ്പോൾ ഞാൻ കടക്കാൻ പോവുകയാണ്, 9 മണിയായി. ആ പഠിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇരുന്ന് വായിക്കണം. നിങ്ങളുടെ ടെക്നിക്സ്, ഇതുപോലത്തെ എന്തെങ്കിലും ടെക്നിക്സ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. കൃത്യം 9:30 ആകുമ്പോൾ നിങ്ങൾ കട്ടിലിൽ പോയി കിടക്കണം. ഈ കട്ടിലിൽ പോയി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 9 മണി മുതൽ 9:30 വരെ വായിച്ച കാര്യങ്ങൾ മനനം ചെയ്ത് എടുക്കണം.
ചിലപ്പോൾ ഒന്നും കിട്ടില്ല. എണീറ്റ് പോയി ദയവ് ചെയ്തിട്ട് മക്കളെ ടെക്സ്റ്റ് ബുക്ക് തുറക്കരുത്. തെറ്റായ ഒരു മെസ്സേജാണ് നിങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് കൊടുക്കുന്നത്. ചെയ്യരുത്. ഉപബോധ മനസ്സിന് അത്രയും ശക്തിയുണ്ട്. നന്ദി പറയണം. നിനക്ക് ഓർമ്മയുണ്ട്, സാരമില്ല, റിലാക്സ് ചെയ്യാം. സെൽഫ് ടോക്കിംഗ് ഞാൻ നേരത്തെ പറഞ്ഞു, സെൽഫ് അഫർമേഷൻ ഞാൻ പറഞ്ഞു. ഞാൻ മാത്രമല്ല, എനിക്ക് മുന്നേ ഇവിടെ സംസാരിച്ച നൗഷാദ് സർ അത് പറഞ്ഞു, നമ്മുടെ ME എഞ്ചിനീയറിംഗ് കോളേജിലെ സർ എന്ന് പറഞ്ഞു, ഹൈദർ സാറും അത് സൂചിപ്പിച്ചു. അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾ കടന്നുറങ്ങണം. രാവിലെ എണീക്കുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ദൈവത്തിനോട് നന്ദി പറഞ്ഞതിന് ശേഷം കട്ടിലിൽ നിന്ന് എണീക്കുന്നതിന് മുന്നേ ആ പോയിന്റുകൾ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കണം. എഴുതി തരാൻ മക്കളെ 2-3 പോയിന്റ് നിങ്ങൾക്ക് കിട്ടും. ഇത് ഒരു ശീലമാക്കിയാൽ 21 ദിവസം 90 ദിവസം നിങ്ങളുടെ സ്വഭാവമായി മാറി ഏത് സബ്ജക്റ്റും എന്തും നിഷ്പ്രയാസം നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. പക്ഷെ ഈ ടെക്നിക്ക് നിങ്ങളുടെ മാതാപിതാക്കൾക്കോ നിങ്ങളുടെ അധ്യാപകർക്കോ ചെയ്യാൻ പറ്റില്ല. നിങ്ങളാണ് ചെയ്യേണ്ടത്. അതിന് എന്തിനു പഠിക്കണം എന്ന് നിങ്ങൾക്കറിയണം. എന്താണ് ലക്ഷ്യം? ആ മോളോട് ചോദിച്ചപ്പോ ആ മോള് പറഞ്ഞിരിക്കുന്ന മോട്ടിവേഷണൽ സ്പീക്കറാണ്. നല്ല കാര്യമാണ്. ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാ കുട്ടികളെയും മാറ്റിമറിക്കാം എന്ന് എനിക്ക് ഉറപ്പു തരാൻ സാധിക്കില്ല. പക്ഷെ ഒരു ചെറിയ മാറ്റം നിങ്ങളിൽ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരുപാട് ചെറിയ മാറ്റങ്ങൾ നിങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതൊരു വലിയ മാറ്റമായി മാറും. അതിൽ ഒരു ചെറിയ കണ്ണി മാത്രമാണ് ഞാൻ. അത് നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ രക്ഷിതാക്കളും നിങ്ങളുടെ സുഹൃത്തുക്കളും നിങ്ങളുടെ സഹപാഠികളും നിങ്ങളുടെ സമൂഹത്തിലുള്ള എല്ലാവരും ഭാഗഭാഗമാകും. അവസാനമായിട്ടുള്ള ഒരു ടെക്നിക്കാണ് 5 ഡയമെൻഷണൽ ലേണിംഗ്. ഈ 4 ഡയമെൻഷണൽ ലേണിംഗ് സിസ്റ്റം നിങ്ങൾ ചെയ്യുക. പോയിന്റുകൾ നിങ്ങൾ എഴുതി. ഫിസിക്സിനെ കുറിച്ചിട്ട് എനിക്ക് ഒരു കാര്യവും അറിയില്ല, ഒരു കാര്യവും എനിക്കറിയില്ല. അപ്പൊ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരാം. 2 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. നിങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കും. നിങ്ങളുടെ ഉമ്മയോ വാപ്പച്ചിയോ മനസ്സിലാക്കും. അപ്പൊ ഉമ്മയോടും വാപ്പച്ചിയോടും ഒരു 5 മിനിറ്റ് സൗകര്യത്തിലേക്ക് ഞാൻ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, ആ പോയിന്റ് എഴുതിയ പേപ്പർ എടുക്കുക, ആ പോയിന്റ് നോക്കുക, അത് പറഞ്ഞു കൊടുക്കുക, വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക കുട്ടികൾക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ആ രീതിയിൽ അത് നിങ്ങളുടെ വാപ്പച്ചിക്കോ അല്ലെങ്കിൽ ഉമ്മച്ചിക്കോ പറഞ്ഞു കൊടുക്കണം. അച്ഛനോ രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അവരോട് സംശയങ്ങൾ ചോദിക്കാൻ പറയണം. കാരണം ഒരുപക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഈ പറഞ്ഞു കൊടുത്തത് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് ചോദിച്ച സംശയം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അത് ഒരു ട്രിഗറിംഗ് ഫാക്ടർ ആണ്. ആ ട്രിഗറിംഗ് ഫാക്ടർ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാം മുഴുവനായിട്ട് എഴുതാൻ, ആ വാപ്പച്ചി എന്നോട് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, എന്തിനാണ് ആ ചോദ്യം ചോദിച്ചത്, അപ്പൊ ഞാൻ എന്ത് ഉത്തരമാണ് പറഞ്ഞു കൊടുത്തത്, ഒരു ഫ്ലാഷ് ബാക്ക് പോലെ നിങ്ങളുടെ മനസ്സിലേക്ക് അത് വരും. ഇതുകൊണ്ടാണ് മക്കളെ ഞാൻ പറഞ്ഞത്, ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, പഠനം ആസ്വദിക്കാനുള്ളതാണ്. ആസ്വദിച്ചുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ ടഫായ സബ്ജക്ട്, ഈസി ആയ സബ്ജക്ട് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇല്ല. ശരിയല്ലേ? എനിക്ക് മാത്സ് ടഫാണെന്ന് ഞാൻ പറയുന്നു, പക്ഷെ ഈ മോളെ സംബന്ധിച്ചോളം അവൾക്ക് മാത്സ് ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പൊ എങ്ങനെ മാത്സ് ഒരു ടഫ് സബ്ജക്ട് ആകുന്നത്? ശരിയല്ലേ? അപ്പൊ ടഫ് സബ്ജക്ട്, ഈസി സബ്ജക്ട് എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ്. അതിനുള്ള ടെക്നിക്കുകളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ശാരീരികമായും ആത്മീയപരമായും മാനസികപരമായും നിങ്ങൾ തയ്യാറെടുക്കണം. അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അത് നിങ്ങൾ ചെയ്യുക തന്നെ വേണം. നല്ലതുപോലെ ശ്വാസം ചെയ്യണം. എന്തെങ്കിലും കായിക അഭ്യാസങ്ങൾ ചെയ്യണം. മാർഷൽ ആർട്സ് ചെയ്യാം, കരാട്ടെ ചെയ്യാം, കുംഫു ചെയ്യാം, അതല്ലെങ്കിൽ കളരി പഠിക്കുന്നുണ്ടെങ്കിൽ കളരി പഠിക്കാം, അതല്ലെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഡാൻസ് പഠിക്കാം. നിങ്ങൾക്കും മാർഷൽ ആർട്സ് പഠിക്കണം. കാരണം ആധുനിക യുഗം, ഇനിയുള്ള യുഗം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലാണ്. ആ തിരിച്ചറിവാണ്. അറിവ് ഉണ്ടായത് കൊണ്ട് കാര്യമില്ല. എഡ്യൂക്കേഷൻ വിൽ നെവർ ഗിവ് യു നോളജ്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ബുക്സ് വിൽ നെവർ ഗിവ് യു നോളജ്. ബുക്സിൽ നിന്ന് നിങ്ങൾക്ക് ഇൻഫർമേഷനുകളാണ് കിട്ടുക.
ആ അറിവുകളെ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നോളജായി മാറുന്നത്, അതല്ലെങ്കിൽ തിരിച്ചറിവായി മാറുന്നത്. ഈ അറിവുകൾ തിരിച്ചറിവായി മാറുമ്പോഴാണ് ദൈവത്തിന്റെ ഉത്കൃഷ്ടമായ സൃഷ്ടിയാണ് ഞാൻ എന്ന തിരിച്ചറിവ് എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഞാൻ എന്നൊരു വ്യക്തി ജന്മം കൊള്ളുന്നത്. അത് നിങ്ങൾ അഭിമാനിക്കുക തന്നെ വേണം. നൗഷാദ് സാർ പറഞ്ഞതുപോലെ മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ കണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന രത്നങ്ങളെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കണം. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതിനാണ് നേരത്തെ പറഞ്ഞത്, ഒരു ദിവസത്തിൽ ചുരുങ്ങിയത് ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കണം. ഈ 15 മിനിറ്റ് നിങ്ങൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ചിന്തിക്കില്ല, നിങ്ങളുടെ വീട്ടിലുള്ള ആരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കുറിച്ച് മാത്രമാണ്. ഇന്ന് എന്ന് നിങ്ങളിൽ നിന്ന് ഇന്ന് എന്ന് നിങ്ങളിലേക്ക് എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചു, ആ മാറ്റത്തെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഒരു എക്സാം കഴിഞ്ഞു, നിങ്ങൾ എക്സാമിൽ വെറും 80% മാർക്കാണ് കിട്ടിയത്, നിങ്ങൾക്ക് 90% മാർക്ക് കിട്ടി. നിങ്ങൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കുറ്റി സർബത്ത്, പോയി കുടിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവികളിലാണ്, അല്ലെങ്കിൽ ഒരു ജ്യൂസാണ് ഇഷ്ടം, അതല്ലെങ്കിൽ അൽഫാമാണ് ഇഷ്ടം, ഷവർമയാണ് ഇഷ്ടം. വീട്ടിൽ ചെന്നിട്ട് പറയണം ഉപ്പായിരിക്കും 100 രൂപ വേണം. എൻജോയ്, അപ്രീഷിയേറ്റ് ചെയ്യണം. എത്ര പേര് അങ്ങനെ സെൽഫ് അപ്രീസിയേഷൻ ചെയ്യാറുണ്ട്? ചെയ്യാറില്ല. കാരണം ഉപബോധമാണ്. നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. ആ ഉപബോധ മനസ്സിനെ ഉണർത്തേണ്ടത് നിങ്ങളാണ്. അതിന് സെൽഫ് അപ്രീസിയേഷൻ ചെയ്തേ പറ്റൂ. ഈ സിമ്പിൾ ആയിട്ടുള്ള ടെക്നിക്കുകൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമെങ്കിൽ മക്കളെ, ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ദയവ് ചെയ്ത് അത് മറ്റുള്ളവരുടെ കൈകളിലേക്ക് കൊടുക്കരുത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അല്ലെങ്കിൽ എന്റെ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാൻ പോകും.